ആ കഥ പൂർണ്ണമായും അങ്ങനെയാണ്. നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകുക മാത്രമല്ല, നിങ്ങൾ കരഞ്ഞുപോകും. നിങ്ങൾ മുണ്ടുമുറുക്കി ജോലി ചെയ്യും. ഹുംകാര ശബ്ദത്താൽ നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാം. ഇത് വെറും ആരംഭം മാത്രമാണ് മക്കളെ. എനിക്ക് തോന്നുന്നത് എന്നും രാത്രിയിൽ പ്രഭാഷണം നൽകുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്റെ ആരോഗ്യം ഇങ്ങനെ മോശമാകുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കൊള്ളൂ. ഞാൻ ആരുടെയും വാക്ക് കേട്ട് ചലിക്കുന്നയാളല്ല. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഏതെങ്കിലും രാജ്യത്തോടോ വിദേശത്തോടോ എനിക്ക് പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല. ഞാൻ ഭാരതത്തിൻ്റെതാണ്, ഈ ലോകത്തിന്റെയും. എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട് സ്വാമിജിയെക്കുറിച്ച്? അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമോ? അദ്ദേഹം 70-80 വയസ്സുവരെ ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നു. വളരെ ആരോഗ്യവാനായിരുന്നു. ആ ബലവാൻ 38 വയസ്സിൽ പോയി. പറഞ്ഞിരുന്നു ഞാൻ 40-ൽ എത്തില്ലെന്ന്. നമ്മൾ ഭാരതീയരാണ് അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്തത്. കേൾക്കൂ. നമസ്കാരം സർ. 12-ാം തീയതി സ്വാമി വിവേകാനന്ദന്റെ ജയന്തിയാണ്. ചെറുപ്പം മുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നതും അറിയുന്നതും. സർ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് എങ്ങനെ അദ്ദേഹം രാമകൃഷ്ണനെ കണ്ടു, മുന്നോട്ട് പോയി, എങ്ങനെ അദ്ദേഹം മിഷൻ നടത്തി, രാമകൃഷ്ണ മിഷൻ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് സ്വാമിയെക്കുറിച്ച് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്, നമുക്കറിയാത്തത്, അതിൽ നിന്ന് ഒരുപാട് പഠിക്കുവാൻ സാധിക്കുന്നത്. നോക്കൂ, അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറയും അതെല്ലാം സാർവത്രികമാണെന്ന്. പബ്ലിക് റിസോഴ്സിൽ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുക, അല്ലാതെ രഹസ്യ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല. നമുക്ക് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും മഹത്തായ വശങ്ങളെക്കുറിച്ച് അറിയില്ല എങ്കിൽ അതിന് കാരണം ഇതാവില്ല. ആ വിവരം ലഭ്യമല്ല എന്നാണ്. അതിന് കാരണം ഇതാണ്: മഹാപുരുഷന്മാരുടെ ജീവിതത്തിന്റെ ചില അത്തരം വശങ്ങളുണ്ടാകും. അവിടേക്ക് നോക്കുവാൻ നമുക്ക് അസൗകര്യങ്ങളും ഉണ്ടാകും. അതിനാൽ നമ്മൾ അവിടേക്ക് നോക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. ഏകദേശം എല്ലാം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഒരുപാട് കാര്യങ്ങളുടെ വിശദമായും ഉജ്ജ്വലമായും വിവരണവും കിട്ടും. അതെല്ലാം താങ്കൾ അന്വേഷിച്ചാൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് എത്തിയാൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില വശം, പ്രധാന വശത്തിലേക്ക് അത്രയും നോക്കാറില്ല. നോക്കാത്തത് നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ്. കാരണം നോക്കിയാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. കാരണം നോക്കിയാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാകും. അതാണ് പ്രശ്നം. അവിടേക്ക് നമ്മൾ നോക്കാറില്ല. അതായത് നമ്മൾ എല്ലാ മഹാത്മാക്കളോടും ചെയ്യുന്നത് പോലെ നമ്മൾ അവരുടെ ദിവ്യതയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം ഇങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു: ആ മനുഷ്യൻ ജനിച്ചത് തന്നെ എന്തോ മഹത്തായ കാര്യം ചെയ്യാനാണ്. കൂടാതെ അദ്ദേഹത്തിന് ജന്മന എന്തോ ഒരു പ്രത്യേക ശക്തിയുണ്ട്, സിദ്ധിയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത്തരത്തിൽ പറയുന്നു. ഇതിൽ ആ മനുഷ്യന്റെ ജീവിതയാത്രയിലെ മാനുഷിക വശമുണ്ട്. അത് യഥാർത്ഥത്തിൽ മറഞ്ഞു പോകുന്നില്ല. നമ്മളത് മറയ്ക്കുന്നു, മനഃപൂർവ്വം മറയ്ക്കുന്നു. കാരണം നമ്മളത് സ്വീകരിക്കുകയാണ്. ആ വ്യക്തി എത്ര പ്രശ്നങ്ങൾ നേരിട്ടെന്ന് അത് നമ്മുടെ നാവിന് ചാട്ടുളി പോലെ ആയിരിക്കും, വലിയ അപമാനമായിരിക്കും. നോക്കൂ, ഈ ലോകത്തിൽ വന്നു, നല്ലത് ചെയ്യുവാൻ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടു. ആ പ്രശ്നങ്ങൾ ആരിൽ നിന്നാണ് നേരിട്ടത്? ശരിക്കുള്ള അപമാനം അതാണ്. ആ മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച മനുഷ്യൻ. അയാൾക്ക് ആരിൽ നിന്നാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്? നമുക്കെതിരായാണ് ചെയ്യേണ്ടി വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആ പ്രശ്ന വഴികൾ അവ ലഭ്യമാണ്, നമുക്ക് പുസ്തകങ്ങളിലും ലഭ്യമാണ്. രാമകൃഷ്ണ മിഷൻ വളരെ മികച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അവയെല്ലാം ലഭ്യവുമാണ്. പക്ഷേ എളുപ്പത്തിൽ ശ്രദ്ധയിൽപ്പെടുകയില്ല. ഇപ്പോൾ യൂത്ത് ഡേ വരികയാണ്. അതിൽ സ്വാമിജിയെക്കുറിച്ച് ഗോഷ്ഠികളുണ്ടാകും, സങ്കല്പങ്ങളുണ്ടാകും. പക്ഷേ
അതിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടാകും. നമുക്കറിയാവുന്ന അക്കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും കാഠിന്യങ്ങളും. ആ കഥ പൂർണ്ണമായും അങ്ങനെയാണ്. നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കുക മാത്രമല്ല, നിങ്ങൾ കരഞ്ഞു പോകും. ഞാൻ അക്കാര്യങ്ങൾ എന്നെപ്പോലും നന്നായി മനസ്സിലാക്കുവാൻ അനുവദിച്ചില്ല. ആത്മവഞ്ചനയാണ്, നമ്മളെ തന്നെ വഞ്ചിക്കുന്നത് പോലെ. അദ്ദേഹം നേരിട്ട് വന്ന കഷ്ടതകൾ, നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, അത് അനുഭവിച്ച സഹനശക്തി, എണ്ണാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുകൾ, ആ കാര്യങ്ങൾ അങ്ങനെയാണ്. ശരിക്കും ആ കാര്യങ്ങൾ അങ്ങനെയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കല്ലുപോലും അലിഞ്ഞു പോവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിലുമുണ്ട്. നമ്മുടെ വിവേകാനന്ദ റീഡർ തുറക്കൂ, മൊബൈലിൽ തന്നെ തുറക്കൂ. ഇതിൽ ചോദിച്ചില്ലേ നിങ്ങൾക്ക് വിവേകാനന്ദനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളെന്ന്? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ശ്രമിക്കാം. ഇതത്ര നിർബന്ധമില്ല ഒരു പ്രത്യേക ഓർഡറിൽ വേണമെന്ന്. അതിൽ ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാവണമെന്നില്ല. എന്താണോ എൻ്റെ കൺമുന്നിൽ ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞു പോവാം. ഇതിൽ ഭാഷകളും രണ്ടുണ്ടാകും, ഹിന്ദിയും ഇംഗ്ലീഷും. അത് വരുന്നത് പോലെ പറയാം. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു നിഗമനം ലഭിക്കും. ഒരു യഥാർത്ഥ മനുഷ്യൻ, സത്യസന്ധൻ, അങ്ങനെ ഒരാൾ ജനിക്കുമ്പോൾ സമൂഹവുമായി അയാൾക്കുള്ള ബന്ധം എന്തായിരിക്കും? ശരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സമൂഹത്തെ നന്നാക്കുവാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്, അതേ സമൂഹം ആ മനുഷ്യന് മുന്നിൽ എത്ര തരം പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ശരിയല്ലേ? ഇത് സ്വാമിജിയുടെ കത്താണ്. ശ്രീ ഹരിദാസ് ദേശായിക്ക് അദ്ദേഹം എഴുതിയതാണ്. ഇത് അപ്പോഴുള്ളതാണ്, അദ്ദേഹം അമേരിക്കയിലുള്ളപ്പോൾ. ഇതിലെ ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. അദ്ദേഹം അമേരിക്കയിലായിരുന്നപ്പോൾ നമ്മളപ്പോൾ ചിന്തിക്കും, ഇന്ന് നമ്മുടെ മുന്നിലുള്ള ചിത്രം പോലെ അദ്ദേഹം എവിടെ പോയി? ചിക്കാഗോയിൽ 1893 ഭാരതം മുഴുവനും അദ്ദേഹത്തിന്റെ കഴിവുകളെ അംഗീകരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ, കൈനീട്ടി നെഞ്ചു വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ. അങ്ങനെയല്ലേ സംഭവിച്ചത്? സ്വാമിജിക്ക് വലിയ വിരോധമാണ് നേരിടേണ്ടി വന്നത്. എത്ര പേർ എത്ര രീതിയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൽകി. എല്ലാവരും തന്നെ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച കഥകളാണ്. അത് നിങ്ങൾ വായിക്കണം. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാം. അതിൽ എഴുതിയിരിക്കുന്നു, യാഥാസ്ഥികരായിരുന്നു. അവർക്ക് സ്വാമിജിയോട് വല്ലാത്ത വിരോധമായിരുന്നു. അവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച്, അത് പാരമ്പര്യ സന്യാസിമാരെ പോലെ എന്തുകൊണ്ടല്ല. അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭക്ഷണകാര്യങ്ങളെ വളരെയധികം കുറ്റം പറഞ്ഞിരുന്നു. ഭക്ഷണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശുദ്ധിയില്ല എന്ന്. സാധാരണ വൈഷ്ണവർ പറയുന്നത് പോലെയുള്ളവ അദ്ദേഹത്തിന് കുറ്റം പറയുന്നു. അദ്ദേഹത്തെ ശരിക്കും അപമാനിക്കുന്നു എല്ലാ രീതിയിലും. ഇന്നത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. കാരണം സ്വാമിജിയെ ഇന്ന് മഹത് വ്യക്തിയാക്കി. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോഴെന്താണ് പറയുന്നത്? സ്വാമിജി പറയുന്നു, ധർമ്മത്തിന്റെ പുതിയ തരംഗം വന്നു. അതിനെക്കുറിച്ച് ധർമ്മത്തിന്റെ പുതിയ ഒരു തരംഗത്തിന് ഒരു കേന്ദ്രം ആവശ്യമാണ്. യാഥാസ്ഥികർ അദ്ദേഹത്തെ വെറുത്തിരുന്നു. പറയുന്നു, നമ്മുടെ യഥാസ്ഥിതിയും പഴയ സിദ്ധാന്തങ്ങളും എടുത്തു കളയുമെന്ന്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന്. ട്രഡീഷണലിസ്റ്റ് ആയവർ, അവർ വിചാരിച്ചു, നമ്മുടെ സംസ്കൃതത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് ഒരു പുതിയ പയ്യൻ വന്നു, ഇംഗ്ലീഷ് പറയുന്നു, തൻ്റെ ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ച് പാശ്ചാത്യമുള്ളവനുമാണ്, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവനല്ല, പക്ഷേ അന്ധവിശ്വാസത്തെ വെറുക്കുന്നു. ഇത് അപകടമാണ്. പ്രായവും കുറവാണ്. ആധ്യാത്മികർ എന്ന് പറയുന്നത് വൃദ്ധന്മാരെയാണ്. ഇവനിപ്പോൾ ജനിച്ചതല്ലേ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പറയുന്നു, നമ്മുടെ യഥാസ്ഥിതിയും പഴയ സിദ്ധാന്തങ്ങളും എടുത്തു കളയൂ, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഇനി എന്താണ് പറയുന്നത്? പറയുന്നു, ദിവാൻജി മഹാരാജ്
ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിനൊരു സ്ഥാപനം വേണം. ഏറ്റവും അധികം പണമാണ് വേണ്ടത്. നിങ്ങൾ കേട്ടു വളർന്ന സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം പണത്തിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടു, അത് നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ? അദ്ദേഹത്തിന്റെ പേര് പണത്തോട് ചേർത്ത് വയ്ക്കാറില്ലേ? സ്വാമി വിവേകാനന്ദന്റെ പേര് പണത്തിന്റെ രൂപയുടെ ഒപ്പം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതുവരെ? നിങ്ങളത് ചിന്തിക്കുന്നേയില്ലേ? അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതങ്ങനെ തന്നെ ഉണ്ടായതാണ്. വായുവിൽ നിന്ന് പണം വന്നു, അങ്ങനെ എല്ലാം സംഭവിച്ചു. നമ്മൾ ചോദിക്കാറേയില്ല, ഇത്രയും വലിയ കാര്യം ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ അതിന്റെ ഫൈനാൻസിങ്, ഫണ്ടിങ്, പണം ഇതെവിടെ നിന്നാണ് വരുന്നത്? അക്കാര്യം നമ്മൾ മറച്ചുവെക്കും. നമ്മൾ മറച്ചുവെച്ചത് അതിനൊരു ഹൃദയഭേദകമായ കഥ ഒളിഞ്ഞിരിക്കുന്നു. ദിവാൻജി മഹാരാജ്, പണം ആവശ്യമാണ്, കുറച്ചെങ്കിലും ലഭിച്ചാൽ ജോലി തുടങ്ങാമായിരുന്നു. ഭാരതത്തിൽ എനിക്ക് ആര് പണം നൽകും? അതിനാൽ ദിവാൻജി മഹാരാജ്, ഞാൻ അമേരിക്കയിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ സാധാരണക്കാരനോട് പണം ചോദിക്കുന്നത്? പണക്കാർക്ക് എൻ്റെ വാക്കുകൾ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അവരുടെ പണം ഞാൻ സ്വീകരിക്കില്ല. പാവപ്പെട്ടവരെ ഉയർത്താനായിരുന്നു. അതിനാൽ പാവപ്പെട്ടവർക്ക് മുന്നിൽ അദ്ദേഹം കൈനീട്ടി, പണം നൽകൂ, കാരണം സ്ഥാപനമുണ്ടാക്കുവാൻ നിങ്ങൾക്കായി കുറച്ച് നല്ലതിനായി നീക്കൂ. പക്ഷേ പാവങ്ങൾക്ക് സ്വാമിജിയെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഈ രാജ്യത്ത് ഇപ്പോൾ അമേരിക്ക എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ വന്നില്ലേ? അപ്പോൾ എഴുതിയതാണ് 1891 പറയുന്നു, ഈ രാജ്യത്ത് ഞാൻ ഒരു വർഷത്തോളം വ്യാഖ്യാനിച്ചെങ്കിലും എനിക്ക് ആ പണമുണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ചുപോലും വിജയിക്കുവാനായില്ല എന്ന് പറയുന്നു. പണത്തിനായി ഞാൻ അമേരിക്കയിൽ വന്നു, പക്ഷേ ഇവിടെയും പറ്റുന്നില്ല. അതിന് കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയിലും സാമ്പത്തിക മാന്ദ്യമായിരുന്നു. അങ്ങനെ പക്ഷേ വലിയ കാരണം എന്തെന്നാൽ, അമേരിക്കയും പണം ലഭിക്കാത്തതിന് പറയുന്നു, മിഷനറിയും നമ്മുടെ ഹിന്ദു സംസ്ഥാപനയുമാണ് എൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകുവാൻ ഏറ്റവും വലിയ കാരണമെന്ന്. സ്വാമിജിയുടെ ജോലിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുവാൻ കാരണമായിരുന്നു നമ്മുടെ ഹിന്ദുത്വവാദം. കാരണം അവർക്ക് അസൂയയായിരുന്നു. അസൂയ. അപ്പോൾ രാമകൃഷ്ണ മിഷൻ ഇല്ലായിരുന്നു. ഒരു പുതിയ പയ്യൻ ഒരു പുതിയ ജോലി തുടങ്ങുവാൻ ശ്രമിക്കുന്നു. അവൻ്റെ പ്രായം എന്തായിരുന്നു ആ സമയം? പ്രായമില്ലായിരുന്നു. പറയുന്നു, നമ്മുടെ പയ്യനാണ് നമ്മുടെ 100 വർഷം പഴക്കമുള്ള സംസ്ഥാപനകളേക്കാൾ മുന്നിലെത്തുമോ? എത്ര മുൻപ് വന്ന സംസ്കാരമാണെങ്കിലും, പാരമ്പര്യമാണെങ്കിലും, ആശ്രമമാണെങ്കിലും, മഠമാണെങ്കിലും സ്വാമിയെ ബുദ്ധിമുട്ടിക്കുവാൻ അവർ ഒരു വഴിയും മാറ്റിവെച്ചില്ല. അതായത് അമേരിക്കയിൽ പോലും അതിനവർ സമ്മതിച്ചില്ല എന്ന്. പിന്നെ പറയുന്നു, ഇനി ഭാരതീയർക്ക് വേണ്ടിയാണ് പറയുന്നത്. എൻ്റെ രാജ്യക്കാർ എനിക്ക് വേണ്ടി അത്ര പോലും ചെയ്തില്ല. അമേരിക്കക്കാരോട് പറയാമായിരുന്നു, ഞാൻ കള്ളനല്ല, ഒരു യഥാർത്ഥ സന്യാസിയാണെന്ന്. അമേരിക്കയിൽ ഭാരതീയർ ചെന്ന് സ്വാമിജിക്കെതിരെ ഈ ദുഷ്പ്രചരണം നടത്തി. ഇയാൾ അങ്ങനെയാണ്, കള്ളനാണ്. അതുകൊണ്ട് അമേരിക്കയിലും സ്വാമിജിക്ക് ഫണ്ടിങ് ലഭിച്ചില്ല. പറയുന്നു, എൻ്റെ രാജ്യക്കാർ എനിക്ക് വേണ്ടി അത്ര പോലും ചെയ്തില്ല. ഞാൻ ഹിന്ദു ധർമ്മത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന്. ഭാരതത്തിൽ സ്വാമിജിക്ക് ഡൊണേഷൻ ലഭിച്ചില്ല. അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ അവിടെയും ഭാരതീയർ ചെന്ന പഴയ സംസ്കാരം, ആ യാഥാസ്ഥികർ, ആ പാരമ്പര്യവാദി, അവർ അമേരിക്കയിൽ ചെന്ന സ്വാമിജിയുടെ ജോലിയിൽ കൈകടത്തുവാനാണ് ശ്രമിച്ചത്. ഇനി സ്വാമിജി പറയുകയാണ്, സബാഷ് സ്വജനങ്ങളെ, സബാഷ് സബാഷ്, നിങ്ങൾ ഭാരതത്തിലും എനിക്കൊന്നും നൽകിയില്ല. ഞാനിപ്പോൾ എൻ്റെ ജോലിക്ക് വേണ്ടി പണമുണ്ടാക്കുവാൻ ഞാൻ അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കയിലും പണം സമ്പാദിക്കുവാനും അനുവദിക്കുന്നില്ല. പിന്നീട് പറയുന്നു, ദിവാൻജി, ഞാൻ എൻ്റെ ഭാരതീയരെ സ്നേഹിക്കുന്നു. മനുഷ്യൻ എനിക്ക് എന്തു നൽകിയാലും ഞാൻ നിരാകരിക്കും. സുഖത്തിലും ദുഃഖത്തിലും, പർവ്വതങ്ങളിലും മരുഭൂമിയിലും വനങ്ങളിലും എനിക്കൊപ്പമുള്ളവർ എനിക്കൊപ്പം തന്നെ ഉണ്ടാകും. സത്യമായ കാര്യമാണ് പറയുന്നത്. ഉയർച്ചയോ താഴ്ചയോ, എൻ്റെ നാശമോ. പിന്നെ പറയുന്നു, അതായത് എനിക്ക് വിജയിക്കാനായില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജീവിതത്തിൽ കുറച്ചു വർഷങ്ങളെ ബാക്കിയുള്ളൂവെന്ന്. ആ സമയത്തും അദ്ദേഹത്തിനെ കാണാമായിരുന്നു ഭാരതീയർ അദ്ദേഹത്തിൻ്റെ മിഷനെ വെറുക്കുന്നുവെന്ന്. അതിനാൽ മിഷൻ വിജയിക്കാനായില്ലെന്ന് പറയുന്നു. ഞാൻ വിജയിച്ചില്ലെങ്കിൽ ഭാരതത്തിൽ ഇനി മുന്നോട്ട് പോകുവാൻ എന്നേക്കാൾ യോഗ്യനായ, സമ്പന്നനായ വീരൻ ജനിക്കുമെന്ന്. അവൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന്. അദ്ദേഹം കണ്ടു, ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹവും
ഭാവിയെ വിശ്വസിച്ചു. എനിക്ക് സാധിച്ചില്ലെങ്കിൽ മറ്റൊരാൾ വരും, എൻ്റെ ഈ ജോലി പൂർത്തീകരിക്കും. സ്വാമി ബ്രഹ്മാനന്ദന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. 1895 അദ്ദേഹത്തിന്റെ സ്വന്തം ഗുരുവാണ് എഴുതി, എവിടെയാണെങ്കിലും ഒരു കേന്ദ്രം സ്ഥാപിക്കൂ. അദ്ദേഹത്തിന്റെ ദുഃഖമാണ് നിർമ്മിക്കൂ ഒരു സെന്റർ ഏതെങ്കിലും ദേശത്തിൽ. എവിടെയാണെങ്കിലും ഒരു കേന്ദ്രം സ്ഥാപിക്കൂ. ഇവിടെയോ ഇംഗ്ലണ്ടിലോ. ഞാൻ എന്നെ സ്വയം ദൃഢമായി സ്ഥാപിക്കുവാൻ പോകുന്നു. ന്യൂയോർക്ക് ഉന്മത്തമായി കഴിഞ്ഞു. അടുത്ത വേനൽക്കാലത്ത് ലണ്ടനിൽ പ്രക്ഷോഭം ഉണ്ടാക്കണം. ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടാകും. ഒരു വെല്ലുവിളിയുടെ ധ്വനി തോന്നിക്കുന്നുണ്ടോ? പറയുന്നു, വലിയ വലിയ രക്തസാക്ഷികൾ ഉണ്ടാകുമെന്ന്. ഏത് രക്തസാക്ഷികളുടെ കാര്യമാണ് പറയുന്നത്? ധാർമ്മിക മൂല്യം പറഞ്ഞ് നടക്കുന്നവരുടെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അവരെയാണ് വെല്ലുവിളിക്കുന്നത്. പറയുന്നു, അവർക്ക് കാരണം അത്യാവശ്യമാണ്. അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഭാരതദേശത്തിൻ്റെയും സനാതന ധർമ്മത്തിൻ്റെയും പുനരുദ്ധാരണം സംഭവിക്കുകയില്ല. വലിയ വലിയ രക്തസാക്ഷികളുണ്ടാകും. നമ്മുടെ സംസ്ഥയുടെ, അവരുടെ സന്യാസികൾ, അവരുടെ സ്വന്തം ആളുകൾ അവരെ അഭിസംബോധന ചെയ്തു പറയുന്നു, നിങ്ങൾ മുണ്ടുമുറുക്കി ജോലി ചെയ്യൂ. ഹുങ്കാര ശബ്ദത്തിൽ നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാം. ഇത് വെറും ആരംഭം മാത്രമാണ് മക്കളെ. എന്നിട്ട് ദേശത്തെക്കുറിച്ച് വേദനയോടെ പറയുന്നു, നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ? മനുഷ്യനുണ്ടോ? ഇവരെല്ലാവരും ശ്മശാനത്തിലെ ശവങ്ങൾ പോലെയാണ്. ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മനുഷ്യരാരുമില്ല. താഴെ ശ്രേണിയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകൂ, അപ്പോൾ ഒരു മാറ്റമുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും അതാണ്. ഭാരതത്തിലെ ശ്മശാന സൂചകമായ അവസ്ഥയിലെ അവർക്ക് വിദ്യാഭ്യാസം നൽകൂ, അപ്പോഴാണ് ഭാരതം ഉണരുന്നത്. പിന്നെ ഭാരതത്തിൽ ജോലി എങ്ങനെ നടക്കും? അതിനായി അദ്ദേഹം തൻ്റെ സന്യാസികളോട് എന്താണ് പറയുന്നത്? പറയുന്നു, വലിയ ആളുകളെ കൊണ്ട് പ്രയോജനമില്ല. പണക്കാരുടെ പക്കൽ പോകരുത്. അവിടുന്ന് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കില്ല എന്ന് പറയുന്നു. എല്ലാ രാജ്യങ്ങളിലും മധ്യവർഗത്തിലെ ആളുകളാണ് മഹത്തായ കാര്യം ചെയ്യുന്നത്. പണം ലഭിക്കാൻ എന്താണ് താമസം? മധ്യവർഗത്തിലെ ആളുകളുടെ അടുത്ത് പോകൂ, അവരോട് സംസാരിക്കൂ, അവരോട് നിന്റെ ജോലിക്കാര്യങ്ങൾ പറയൂ. അവർ നിങ്ങളെ സഹായിക്കും. നമ്മുടെ നാട്ടിൽ യഥാർത്ഥ ആളുകൾ എവിടെയാണ്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കുട്ടികളെ പോലെയാണ്. അവരോട് കുട്ടികളോടെന്നതുപോലെ തന്നെ പെരുമാറണം. ഇത് സ്വാമി വിവേകാനന്ദന്റെ ശബ്ദമാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കത്ത് നോക്കാം. വീണ്ടും ഹരിദാസ് ദേശായി ജിക്ക് എഴുതിയത് 1894 അവിടെ പറയുന്നു, ഉദാഹരണം നൽകുന്നു, നമ്മുടെ തന്നെ ആളുകൾ. നമ്മൾ കാരണം നമ്മൾ വെളിയിൽ വന്ന് ജോലി ചെയ്യുന്നു. അവർ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ അവരുടെ ജാതിയല്ലെന്ന്. ഭാരതീയർ, ഭാരതത്തിലെ പഴയ ആളുകളില്ലേ, വലിയ ധാർമ്മിക സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ, അവരെന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ ജോലി ചെയ്യുന്നു. അവിടെ ഒരു ജൈന സ്വാമി ഉണ്ടായിരുന്നു, വീർചന്ദ് ഗാന്ധി. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുകയായിരുന്നു. പറയുന്നു, ഞങ്ങളിവിടെ ജോലി ചെയ്യുകയാണ്. ഞങ്ങളെ നശിപ്പിക്കുവാനുള്ള ജോലി ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവർ നമ്മുടെ ജാതിയിലേതല്ലെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് ദാസരിൽ സ്വാഭാവികമായ അസൂയ ഉണ്ടാകുന്നു? ഭാരതം ഒരു അടിമ രാജ്യമാണ്. ജനാധിപത്യത്തിന്റെ കണ്ണിലല്ല. മാനസികമായി നോക്കുമ്പോൾ, ആധ്യാത്മികമായി നോക്കുമ്പോൾ പറയുന്നു, ദാസരിൽ അസൂയ നിറഞ്ഞ സ്വഭാവം ഉണ്ടാകുന്നു. ആ അസൂയ അവരെ വീഴ്ചയിൽ കൊണ്ടെത്തിക്കുന്നു. പിന്നെ എങ്ങനെ ഇന്ത്യ ഉയരും? ഇവിടെ നിങ്ങൾ ഉയർത്തുവാൻ വന്നവരോട് തന്നെ നിങ്ങൾക്ക് അസൂയ തോന്നുകയാണ്. ഈയിടെ ആരാണോ മുന്നോട്ട് പോകുന്നത് ഭാരതത്തെ ഉയർത്തുവാൻ, ഭാരതീയർ അവരെ താഴേക്ക് വലിച്ചിടുന്നു. ആധ്യാത്മിക ധാർമ്മിക ക്ഷേത്രങ്ങളിൽ മുന്നിൽ വരുന്നവർ ധർമ്മത്തെ തിരുത്തുവാൻ, ധർമ്മത്തിന് തിളക്കമേകുവാൻ, അതിൻ്റെ ശുദ്ധിക്കായി ധർമ്മത്തെ ഉയർത്തുവാൻ ആ പഴയ ധാർമ്മിക ജനങ്ങൾ, ധാർമ്മിക സംഘടനകൾ തന്നെ താഴേക്ക് വലിച്ചിടുന്നു. അതാണ് സ്വാമിജിക്കും സംഭവിക്കുന്നത്. ഏത് മനുഷ്യനാണോ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ലണ്ടന്റെയും അമേരിക്കയുടെയും പറയുന്നു, ഏത് മനുഷ്യനാണോ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത്, ഇവിടെ എല്ലാവരും അവനെ സഹായിക്കുവാൻ ഒരുക്കമാണ്. ഇത് ഭാരതത്തിൽ എന്നെ അനുകൂലിച്ച് ഒരു പങ്ക്തി എഴുതിയാൽ രണ്ടാമത്തെ ദിവസം എനിക്കും നിങ്ങൾക്കും ശത്രുക്കളുണ്ടാകും. ഭാരതത്തിൽ അത് സ്വാമിജിയുടെ അവസ്ഥയായിരുന്നു. ഭാരതത്തിലെ ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ പ്രശംസിച്ച് എന്തെങ്കിലും എഴുതും, അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകും. നീ എന്തിനാണ് ഒരു പുതിയ ആളുടെ കാര്യം പറയുന്നത്? പാരമ്പര്യ ധർമ്മമാണ് നടക്കുന്നതെങ്കിൽ ആ അന്ധവിശ്വാസത്തെയും യാഥാസ്ഥികത്വത്തെയും നിങ്ങൾ പ്രശംസിച്ചു കൊണ്ടിരിക്കൂ. സ്വാമിജി ഒരു പുതിയ നല്ല വൈജ്ഞാനികമായ കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരതീയർക്ക് വളരെ പ്രയോജനവും ഉണ്ടാകും.
എന്താണ് എല്ലാവരും എനിക്കെതിരാകുന്നത്? കാരണം ഇതാണ് അടിമകളുടെ സ്വഭാവം. ഈ അടിമകൾ ഭാരതീയരെ കുറിച്ചാണ് പറയുന്നത്. ഈ അടിമകൾക്ക് തൻ്റെ ഒരു സഹോദരൻ പോലും മുന്നോട്ട് പോകുന്നത് നോക്കി നിൽക്കുവാനാകില്ല. വിവേകാനന്ദനെ കുറിച്ച് ഇക്കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നു. ഈ വിവേകാനന്ദന്, ഈ സ്വാമിജിക്ക് ഭാരതീയരിൽ നിന്നാണ് ഇത്രയും വിരോധം നേരിടേണ്ടി വന്നത്. ഇക്കാര്യം നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇക്കാര്യം അറിഞ്ഞാൽ നമുക്ക് നാണക്കേടാവില്ലേ? ഈ മഹാപുരുഷന്മാരെ നമ്മൾ തന്നെ എത്രത്തോളം അപമാനിക്കുകയും വെറുക്കുകയും ചെയ്തുവെന്ന്. ഇനി ഈ സഹോദരി നിവേദിതയ്ക്ക് അദ്ദേഹം എഴുതിയ കത്ത് 1897 കത്താണ്. അവർക്ക് എഴുതിയിരിക്കുന്നു, അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നുവെന്ന്. അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. കാരണം പണത്തിൻ്റെ വലിയ കുറവുണ്ടായിരുന്നു. ഓരോരോ പൈസയും ഉണ്ടാക്കുന്നതിനായി ദിവസം മുഴുവനും പരിശ്രമിക്കേണ്ടി വന്നു. പറയുന്നു, എൻ്റെ ശാരീരിക അസ്വസ്ഥതകളിലേക്ക് ഞാൻ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷെ എനിക്ക് ദുഃഖം ഇക്കാര്യത്തിലാണ്. എൻ്റെ ചിന്തകൾ പ്രാവർത്തികമാക്കുവാൻ എനിക്ക് ഒരു അവസരവും ലഭിക്കുന്നില്ല. സഹോദരി, നിങ്ങൾക്കറിയാമോ, ഇതിൻ്റെ പ്രധാന കാരണം പണത്തിൻ്റെ അഭാവമാണ്. ഭാരതത്തിന് എല്ലാത്തിനും പണമുണ്ടായിരുന്നു. പക്ഷേ സ്വാമി വിവേകാനന്ദന് നൽകുവാൻ മാത്രം പണമുണ്ടായിരുന്നില്ല. പിന്നീട് പറയുന്നു, ഹിന്ദുക്കൾ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. അവരുടെ ശബ്ദം മാത്രം മുഴങ്ങി കേൾക്കുവാൻ. കൂടാതെ മറ്റെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയില്ല. പക്ഷേ എനിക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ അവർക്ക് കഴിയില്ല. ഹിന്ദുക്കളുടെ പക്കൽ ധാർമ്മിക കാര്യങ്ങൾക്ക് പണത്തിന് കുറവില്ല. നിങ്ങൾ നോക്കിയാൽ എത്ര പണമാണോ ഭാരതത്തിൽ ക്ഷേത്രങ്ങളിൽ, അത്രയും പണം മറ്റെവിടെയുണ്ടാകില്ല. സ്വാമിജി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പറയുന്നു, ഈ ഹിന്ദുക്കൾ ഘോഷയാത്രകൾ നടത്തുന്നു, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവർക്ക് കഴിയില്ല. ഈ സാമ്പത്തിക സഹായം ലോകത്തിൽ എനിക്ക് ലഭിച്ചത് ഇംഗ്ലണ്ടിലെ മിസ് മുള്ളറിൽ നിന്നും ക്യാപ്റ്റൻ സിവിയറിൽ നിന്നുമാണ്. ഇംഗ്ലണ്ടുകാർ പോലും സ്വാമിക്ക് സഹായം ചെയ്തു. ഭാരതത്തിലെ ഹിന്ദുക്കൾ അദ്ദേഹത്തിന് എതിരായിരുന്നു. പിന്നീട് പറയുന്നു, എനിക്ക് തോന്നിയിരുന്നു, എനിക്ക് 1000 പൗണ്ട് ലഭിച്ചാൽ ഞാൻ കൽക്കട്ടയിൽ എൻ്റെ ആദ്യത്തെ കേന്ദ്രം നിർമ്മിക്കും. പക്ഷേ എൻ്റെ ആ കാര്യവും പ്രാവർത്തികമായില്ല. കാരണം ഞാൻ 10-12 വർഷം മുൻപത്തെ ചെലവിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. 10-12 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കൊൽക്കത്തയിൽ ചിലവ് 3-4 മടങ്ങ് വർദ്ധിച്ചിരുന്നു. ഏത് ജോലിയാണോ ഞാൻ ചിന്തിച്ചത്, എനിക്ക് ഇത്രയും പണം ലഭിച്ചാൽ നടക്കുമെന്ന്, ഇത്രയും പണം ലഭിച്ചാൽ പോലും ഞാൻ നിർമ്മിക്കുവാൻ ശ്രമിച്ച കേന്ദ്രം നിർമ്മിക്കുവാൻ കഴിയില്ല. ഒരു മനുഷ്യൻ വലിയ വലിയ സാഹിത്യങ്ങൾ എഴുതുവാൻ കഴിയുന്ന, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന അദ്ദേഹത്തിന് തൻ്റെ ഈ ചെറിയൊരു ജീവിതം മുഴുവൻ നൽകേണ്ടി വന്നു. എന്ത് ചെയ്യുന്നതിൽ? ഏതെങ്കിലും തരത്തിൽ ഓരോരോ പൈസ സ്വരൂപിക്കുന്നതിൽ. പിന്നീട് അദ്ദേഹം മിസ് ജോസഫൈൻ എഴുതിയിരിക്കുന്നു, മുന്നോട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും മോശമായിരിക്കുന്നു. വർഷം 1900 അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യം പറയുന്നു. ആരോഗ്യം നന്നായി പോകുന്നു. പിന്നീട് എഴുതിയിരിക്കുന്നു, പണത്തിന്റെ അഭാവം, കൂടാതെ കഠിനമായ പരിശ്രമം. പക്ഷേ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇതാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത്? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നന്നായി കേൾക്കൂ. ഇതാണ് നമ്മൾ നമ്മുടെ മഹാപുരുഷന്മാരോട് ചെയ്യുന്നത്. പണത്തിന്റെ അഭാവം, ഒപ്പം കഠിനമായ പരിശ്രമം. പക്ഷേ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവിടുത്തെ അവസ്ഥ എൻ്റെ അമേരിക്കയേക്കാൾ വളരെ മോശമാണ്. എന്താണ് സംഭവിക്കുന്നത്? അതിപ്പോൾ ഇവിടെയുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? പറയുന്നത്, 1 രൂപ പോലും മുടക്കേണ്ടി വന്നില്ലെങ്കിൽ ആളുകൾ കൂട്ടത്തോടെ എന്നെ കേൾക്കുന്നതിനായി വരുന്നു. എന്നുവെച്ചാൽ സൗജന്യമായി കേൾക്കുവാൻ അവസരം കിട്ടിയാലെന്ന്. മുഴുവൻ ആളുകളും കൂട്ടത്തോടെ വന്നു നിൽക്കും. പക്ഷേ 1 രൂപയെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ആളുകൾ വരില്ല. ഈ അവസ്ഥയാണ്. സ്വാമിജി പറയുന്നു, സൗജന്യമായി കേൾക്കുവാൻ അവസരം കിട്ടിയാൽ മുഴുവൻ ആളുകളും വരുമെന്ന്. പക്ഷേ ആളുകളോട് പറയുന്നു, വന്നെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് പോകൂ, എങ്കിൽ ആരും വരില്ല. സ്വാമിജി പറയുന്നു, ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിതിൽ ഒരു മാറ്റവും കാണുന്നില്ല. പരാജയം മാത്രമാണ് കാണുന്നത്. മുന്നോട്ട് നമുക്കിത് ഉൾക്കൊള്ളാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമാണ്. 3-4 ദിവസമായി എൻ്റെ ആരോഗ്യം മോശമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് സുഖമില്ലാത്തത്? ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ. എനിക്ക് തോന്നുന്നത് എല്ലാ രാത്രിയിലും പ്രഭാഷണം നടത്തുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരം ഇത്രയ്ക്ക് ദുർബലമായതെന്ന്. അദ്ദേഹം എല്ലാ രാത്രിയിലും പറയുമായിരുന്നു, പ്രഭാഷണം നൽകുമായിരുന്നു. കാരണം ആളുകൾ വന്ന് അദ്ദേഹത്തിന് പൈസ നൽകുന്നതിനായി. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആളുകൾ അങ്ങനെയായിരുന്നു.
സൗജന്യമായി കിട്ടിയാൽ അത് മുഴുവനും കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഒന്നും കൊടുക്കില്ല. ഇനി 1894 മുന്നിലും പുറകിലുമാണ് കുറച്ച്. സ്വയം വായിക്കണം മുഴുവൻ. എൻ്റെ പക്കലൊരു പ്രത്യേക ഓർഡറില്ല. ഇപ്പോൾ അവരോട് പറയുന്നു, ഇതാണ് അവസ്ഥ. ഭാരതത്തിലെ പത്രങ്ങളെല്ലാം നിങ്ങളെക്കുറിച്ച് വിഷമമാണ് എഴുതുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് സ്വാമിജിയെ ഭാരതത്തിലെ പത്രങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രശംസിച്ച് കാണുമെന്നല്ലേ. സ്വാമിജി അവരോട് പറയുകയാണ്, സ്വാമിജിയോട് പറഞ്ഞു, ഭാരതത്തിലെ പത്രങ്ങളെല്ലാം താങ്കളെ അപമാനിക്കുകയാണെന്ന്. അവരുടെ മനസ്സിൽ വരുന്നതൊക്കെയാണ് പത്രങ്ങളിൽ എഴുതുന്നതെന്ന് പറയുന്നു. ഭാരതത്തിലെ ദിനപത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറയുന്നത് അത് ഞാൻ വായിച്ചു. അവരുടെ ഛിദ്ര അന്വേഷണ സ്വാഭാവികമാണ്. ഛിദ്ര അന്വേഷണം എന്ന് വെച്ചാൽ എന്താണ്? വലിയ വലിയ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നോക്കൂ. കാര്യം എത്ര വലുതാണെന്ന് നോക്കരുത്. അതിലെ കുഴപ്പമാണ് നമ്മൾ കാണേണ്ടത്. അതിനെയാണ് ഛിദ്ര അന്വേഷണം എന്ന് പറയുന്നത്. അവരുടെ ഛിദ്ര അന്വേഷണം സ്വാഭാവികമാണ്. പ്രത്യേക ജാതിയുടെ പ്രധാന പ്രശ്നം അസൂയ ആയിരിക്കും. അസൂയയുടെയും പൊരുത്തത്തിൻ്റെയും അഭാവമാണ് പരാധീനത ഉണ്ടാക്കുന്നത്. പരാധീനതയെ അവിടെ നിലനിർത്തും. എനിക്ക് അത്രത്തോളം അസൂയയുണ്ട്, ഞാനത് വലുതാക്കുവാനും നന്നാക്കുവാനും അവർ സ്വയം നിന്ദിച്ചുകൊണ്ടിരിക്കും. ഭാരതീയർക്ക് വേണ്ടി എന്താണ് ഇനി അതേ എഴുത്തിൽ? ഈ പരാധീനത ജാതിയിലെ ആളുകളിൽ ഭാരതീയർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ ഒരു പ്രതീക്ഷയും വയ്ക്കരുത്. കാര്യം നിരാശാജനകമാണ്. എങ്കിലും ഞാൻ ഇത് നിങ്ങൾക്ക് മുന്നിൽ സ്പഷ്ടമായി പറയുന്നു. അവരുടെ വലിയ ആഗ്രഹങ്ങൾ മരിച്ചുവോ? ഉയരങ്ങൾ താണ്ടുവാൻ ഒട്ടും പരിശ്രമിക്കാത്തവരെ നല്ലത് ചെയ്യുന്നവർക്ക് ഇവിടെ ജീവിക്കുവാൻ ഏറ്റവും പ്രയാസമാണ്. ഭാരതീയരെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരം മരിച്ച ജഡ അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിങ്ങൾ എങ്ങനെ പ്രാണനെ കടത്തിവിടും? നിങ്ങൾക്ക് അങ്ങനെ ഒരു വൈദ്യനാകുവാൻ കഴിയുമോ? തൊഴിച്ചുകൊണ്ടൊരു പാപം കുട്ടിയുടെ വായിലേക്ക് മരുന്നൊഴിക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾ തൻ്റെ മുഴുവൻ പ്രവൃത്തിയുടെ കാര്യമാണ് പറയുന്നത്. ഈ ഭാരതീയരുടെ മൃതശരീരങ്ങളായിട്ടുള്ള, ഈ ജഡപിണ്ഡങ്ങളായിട്ടുള്ള അവർക്ക് നല്ലത് ചെയ്താൽ അവർ നിങ്ങളെ വലിച്ച് താഴെയിടും. തിരിഞ്ഞു നിന്ന് നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യും. നിങ്ങൾ അവർക്ക് എങ്ങനെ നല്ലത് ചെയ്യും? പിന്നീട് പറയുന്നു, ഞാൻ നിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താമെന്ന്. കർമ്മണിയെ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചൻ. നിങ്ങൾക്ക് കർമ്മം ചെയ്യുവാനുള്ള അധികാരമുണ്ട്, ഫലം ലഭിക്കാനില്ല. ശ്രീരാമകൃഷ്ണന്റെ സന്താനം കപടമില്ലാത്തവനും സത്യനിഷ്ഠനുമായിരിക്കണം. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് കാണാം. അതിന്റെ ഫലം കാണുവാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു സംശയവുമില്ല, ഉറപ്പായും ഫലം ലഭിക്കും. ഭാരതത്തിന് ഒരു പുതിയ വൈജ്ഞാനിക ശക്തിയുടെ ആവശ്യമുണ്ട്. ജാതി വിഭാഗങ്ങളിൽ ഒരു പുതിയ ഉണർവ് നൽകുന്നയാൾ. ഇത് വളരെ പതിയെ പതിയെയാണ് നടന്നു വന്നത്. മുന്നോട്ട് പതിയെ പതിയെ നടക്കും. നിങ്ങൾ സ്വാർത്ഥനായി സന്തുഷ്ടനായിരിക്കൂ. പൂർണ്ണ രൂപത്തിൽ കാപട്യമില്ലാത്തവനായിരിക്കൂ. മുന്നോട്ട് എന്ത് സംഭവിച്ചാലും നല്ലതാണ്. പിന്നീട് പറയുന്നു, എനിക്ക് ഇങ്ങനെയുള്ള 100 പേരെയെങ്കിലും ഭാരതത്തിന് നൽകുവാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ ജോലി പൂർത്തിയാകും. ഞാൻ ശാന്തിയോടെ മരിക്കും. അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു ഭാരതത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ. അത്ര പെട്ടെന്നൊന്നും മാറുവാൻ പോകുന്നില്ല. കാരണം ഭാരതീയർ തന്നെ ഏറ്റവും അധികം വിരോധം കാണിച്ചിരുന്നു. 100 ആളുകളെങ്കിലും വന്നാൽ എന്ത് ജോലി ഇപ്പോൾ നടക്കില്ല, പക്ഷെ എപ്പോഴെങ്കിലും നടക്കും. ഇനി ഇത് 1895 കത്താണ്. ഇപ്പോൾ സംഭവിച്ചത് എന്തെന്നാൽ, ഭാരതത്തിലെ പത്രങ്ങളെല്ലാം വലിയ രീതിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, സ്വാമിജി അമേരിക്കയിൽ പോയിട്ട് ശരിയായ ഭക്ഷണമല്ല കഴിക്കുന്നത്, സിഗരറ്റ് വരെ ഉപയോഗിക്കുമായിരുന്നു. സ്വാമിജിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു പരത്തുകയായിരുന്നു. സ്വാമിജി ഇതിനൊക്കെ എന്തു മറുപടിയാണ് നൽകിയത്? ഒരു ഭാരതീയൻ എന്നോട് നിയമപ്രകാരം ഹിന്ദു ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് ഒരു അടുക്കള അതുണ്ടാക്കുവാനുള്ള പണം എനിക്ക് നൽകുവാനായി പറയണം. ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടുക്കള നിർമ്മിക്കുവാനുള്ള പണം എനിക്ക് അയക്കുമെന്ന്. ഈ മനുഷ്യർക്കൊന്നും 1 രൂപയുടെ സഹായം പോലും ചെയ്യുവാൻ സാധിക്കില്ല. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? എന്നെ ഉപദേശിക്കുവാനായി മാത്രം മുന്നോട്ട് വരുന്നു. ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇവരാണ് സ്വാമിജിയോട് പറയുന്നത് ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ കുടിക്കണമെന്ന്. ഈ ആളുകൾ പറയുന്നത് പോലെ തന്നെ ഇതിൽ ക്രിസ്ത്യൻ മിഷനറി ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ കള്ളും പെണ്ണും ഒരു നിയമമുണ്ട്.
കള്ളിൽ നിന്നും പെണ്ണിൽ നിന്നും ദൂരം പാലിക്കുക. ഈ നിയമം ആ സ്വാമിജി ലംഘിച്ചിരിക്കുന്നു. സ്വാമിജി അവിടെ സ്ത്രീകളോടൊപ്പം അഴിഞ്ഞാടുന്നു. അമേരിക്കയുടെ സംസ്കാരം വേറെയാണല്ലോ, ഭാരതത്തെ പോലെ ആയിരിക്കില്ല. അവർ പറയുകയാണ് കള്ളും പെണ്ണും എന്ന നിയമം അദ്ദേഹം ലംഘിച്ചിരിക്കുന്നുവെന്ന്. സ്വാമിജിയുടെ മറുപടി ഇങ്ങനെയാണ്. അവർ പറയുകയാണ് കള്ളും കഞ്ചാവും എന്ന നിയമം ലംഘിച്ചുവെങ്കിൽ അവരോട് പറയൂ അവർ കള്ളം പറയുകയാണെന്ന്. എന്നെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കിക്കൊള്ളൂ. ഞാൻ ആരും പറയുന്നത് പോലെ അല്ല ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഒരു രാഷ്ട്രത്തോട് അല്ലെങ്കിൽ വിദേശ രാജ്യത്തോട് എനിക്ക് അനുരാഗവുമില്ല, വിദ്വേഷവുമില്ല. എങ്ങനെയാണ് ഞാൻ ഭാരതത്തിൻ്റെ ആകുന്നത്? അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൻ്റെ. എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ നിങ്ങളെ സഹായിച്ചു. ഇനി നിങ്ങൾ സ്വയം സഹായിക്കൂ. എൻ്റെ മേൽ വിശേഷാധികാരമുള്ള ഏത് ദേശമാണുള്ളത്? ഞാൻ ഏതെങ്കിലും രാഷ്ട്രം അല്ലെങ്കിൽ ദേശം വാങ്ങിയിട്ടുള്ള അടിമയാണോ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, am I a slave to a particular nation? നിങ്ങൾ പറയുന്നു ഭാരതീയനാണ്, എന്നിട്ട് അമേരിക്കയിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണോ ജീവിക്കേണ്ടത്? അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെയല്ല. അവിശ്വാസികളെ, യാഥാസ്ഥികരെ നിങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധമായ മണ്ടത്തരങ്ങൾ പറയാതിരിക്കുമെന്ന്. ഇവരാണ് അദ്ദേഹത്തെ അപമാനിച്ചിരുന്നത്. ഞാനിവിടെ കഠിനമായി പരിശ്രമിച്ചു. എനിക്ക് ലഭിച്ച പണമെല്ലാം ഞാൻ കൊൽക്കത്തയിലേക്കും മദ്രാസിലേക്കും അയച്ചു. ഇത്രയും ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങളുടെ മണ്ടത്തരങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടി വരുമോ? നിങ്ങൾ ചിന്തിക്കൂ. സ്വാമിജിക്ക് ഇത്രയും കോപം വരണമെന്നുണ്ടെങ്കിൽ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരിക്കണം? അദ്ദേഹത്തിന് പല ബിസിനസ് ആണെന്നും അവർ പറഞ്ഞിരിക്കണം. അദ്ദേഹം വിദേശത്തായിരുന്നു, അതുകൊണ്ട് ഒരുപാട് പണമുണ്ട്. ആ പണം അവിടെ സ്വയം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് പ്രസ്ഥാനമുണ്ടാക്കുന്നതിനായി കൊൽക്കത്തയിലേക്കും മദ്രാസിലേക്കും അയച്ചു. നിങ്ങൾക്ക് ലജ്ജയാകുന്നില്ലേ? നിങ്ങളോട് ഏത് തരത്തിലാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്? 1 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ നിനക്ക് എന്തിനു മറുപടി നൽകണം? നിങ്ങൾ എന്നെ പ്രശംസിച്ചാലും നിന്ദിച്ചാലും എനിക്കൊന്നുമില്ല. ഞാനൊരു വിചിത്ര സ്വഭാവമുള്ള വ്യക്തിയാണ്. എന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. നിങ്ങളുടെ പിടിവാശിക്ക് അനുസരിച്ച് എന്നോട് നിങ്ങൾ പറയുന്നത് പോലെ ജോലി ചെയ്യുവാൻ പറയരുത്. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ജീവിതകാലത്തോളം ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കും. എന്നെ സഹായിക്കുവാൻ സാധിക്കുന്ന ഒരാളെ ഇന്നുവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുമില്ല. ഒരാളുണ്ടായിരുന്നു, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടത് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ലഭിച്ചു. ഇനി മറ്റാരിൽ നിന്നും എനിക്കൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. എന്നെ സഹായിക്കുവാനായി 1 രൂപ പോലും എടുക്കുവാൻ പ്രാപ്തിയില്ലാത്ത ജനങ്ങൾ, അവരാണ് വ്യർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 രൂപ ഇക്കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചില്ല. അവരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുവാൻ ഏറ്റവും മുൻപിലുള്ളത്. നിങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങളുടെ അധികാരം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തയാളെ. സാധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത ആളെ. ഈ ലോകം എങ്ങനെയാണ് അൺഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങൾ ഇതാണോ പറയുവാൻ ആഗ്രഹിക്കുന്നത്? ജാതി വിവേചനമുള്ള, ജീർണിച്ച, മോശമായി പെരുമാറുന്ന ഈ ഹിന്ദുക്കളുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കാനാകൂ എന്നാണോ? നിങ്ങളോടൊന്ന് ജീവിച്ചു മരിക്കുവാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? പറയുന്നു, നിങ്ങൾ കാപട്യമുള്ളവരാണ്. ഞാൻ നിങ്ങളെപ്പോലെയല്ല. നിങ്ങളെപ്പോലെ ആകുവാനായല്ല ഞാൻ ജനിച്ചതും മരിക്കുന്നതും. ഭീരുക്കളെ ഞാൻ വെറുപ്പോടെയാണ് നോക്കുന്നത്. എനിക്ക് ഒരു രാഷ്ട്രീയത്തിലും പങ്കില്ല. സത്യമാണ്, എൻ്റെ രാഷ്ട്രീയം. ഇതൊക്കെ കേട്ടിട്ട് എന്തു തോന്നുന്നു സ്വാമിജിയെക്കുറിച്ച്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമായിരുന്നു. നമുക്കിതാണ് അറിയാമായിരുന്നത്. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തുവെന്ന്. ഭാരതം അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ വീണുവെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. ഭാരതം അദ്ദേഹത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന്. ഇനി മുന്നോട്ട് കിട്ടിയാൽ ഒന്നുകൂടി ഞാൻ കാണിക്കാം. അവസാനമായി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയുവാൻ സാധിക്കും. ഇത് ഇംഗ്ലീഷിലാണ്. ഇതും ഭാരതീയരാണ് അദ്ദേഹത്തോട് ചെയ്തത്. കേൾക്കൂ. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വാങ്ങി. അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരാൾ കുറച്ച് പണം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് താമസിക്കാൻ വീടില്ലായിരുന്നു അക്കാലത്ത്. അച്ഛൻ മരിച്ചുപോയിരുന്നു. അദ്ദേഹം തന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വാങ്ങി. ഒരാൾക്ക് അഡ്വാൻസ് ആയി കുറച്ച് പണവും നൽകി. പൈസ കൊടുത്തു, അമ്മയ്ക്ക് താമസിക്കുവാൻ വീട് നൽകണം. പണം വാങ്ങിയ ആൾ
വീട് നൽകിയില്ല. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അയാൾക്കറിയാം. ഞാൻ സന്യാസിയാണെന്നും അതുകൊണ്ട് കോർട്ടിൽ പോവില്ല എന്നും. അയാൾ എൻ്റെ പണം മോഷ്ടിച്ചു. ഭാരതീയർ അദ്ദേഹത്തോട് അതാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് താമസിക്കുവാൻ വീട് പോലും നൽകിയില്ല. വായിച്ചു കേൾപ്പിക്കാൻ ഞാനത്. My dear mother, the aunt who you saw had a deep laid plan to cheat me. And she and her people contrived to sell me a house for 6,000 rupees. And I bought it for my mother in good faith. Then they would not give me possession, hoping that I would not go to the court for the shame of taking forcible possession as a sannyasi. പിന്നീട് I do not think I even spent ₹1 from what you and others gave me for the mission. Captain Sevier gave me 8,000 rupees with the clear and express desire of helping my mother, but even that money has gone to the dogs. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുത്ത പണം നമ്മൾ അദ്ദേഹത്തിന്റെ ആ പൈസയും മോഷ്ടിച്ചു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കുന്നു, യുവദിവസം ആചരിക്കുന്നു. അദ്ദേഹം ശരിക്കും ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചുവെന്ന്, എത്രത്തോളം കൃതജ്ഞത കാണിച്ചു, അദ്ദേഹത്തിന്റെ മിഷനിലേക്കുള്ള പാതയിൽ തടസ്സം കൊണ്ടുവന്നു. രണ്ട് മിനിറ്റ് ഒന്നുകൂടി നോക്കട്ടെ. അദ്ദേഹത്തിന്റെ അന്തിമ പത്രത്തിൽ അതിൽ അദ്ദേഹം ഗീതയിലെ ശ്ലോകം എഴുതിയിരിക്കുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് എഴുതണമെന്നുണ്ട്, പക്ഷേ ശരീരം ദുർബലമാണ്. പക്ഷേ ഇത്രയും എഴുതിയിരിക്കുന്നു. ഗീതയിലെ 4-ാം അധ്യായം 11-ാം ശ്ലോകം. എന്നെ ഒരാൾ എങ്ങനെയാണോ സേവിക്കുന്നത്, അവരോടും ഞാൻ അങ്ങനെയായിരിക്കും. എന്താണ് എനിക്ക് നൽകുന്നത്, അവർക്കും ഞാൻ അത് തന്നെയായിരിക്കും നൽകുക. His health deteriorated because of extensive work and travel, and he had to do that just to raise funds for the mission. ടൈം ലൈനിൽ അതുകൊണ്ട് ഇത് തന്നെയാണ് പറയുന്നത്. അമേരിക്കയിൽ പോയി 1893 സെപ്റ്റംബർ 1893 ഷിക്കാഗോയിൽ സമ്മേളനം. 1897 രാമകൃഷ്ണ മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് 5 വർഷത്തിനപ്പുറം അദ്ദേഹം ജീവൻ വെടിഞ്ഞു. നമ്മളോട് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സമാധി അടഞ്ഞുവെന്ന്. പക്ഷേ നമ്മൾ ഒരിക്കലും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ ശ്രമിക്കുന്നില്ല. കൂടുതൽ ജോലി ചെയ്ത് രാവും പകലും ഇല്ലാതെ പരിശ്രമിച്ചത് കാരണം, പണമില്ലാതെ അലഞ്ഞത് കാരണം അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചു. ഇതൊരിക്കലും നമ്മൾ സ്വീകരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ കത്തുകളിൽ ഇക്കാര്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളത് അനുസരിച്ചേ പറ്റൂ. സ്വീകരിച്ചില്ലെങ്കിൽ അത് പാപം പോലെ ആകില്ലേ? ഈ കളങ്കം നമ്മുടെ നെറ്റിയിൽ തന്നെയാണ് പതിപ്പിച്ചിരിക്കുന്നത്. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ആരോഗ്യനില വളരെ മോശമായെന്ന്. അദ്ദേഹം ഒരു മാഗസിൻ ഇറക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. ആ മാഗസിൻ പുറത്തിറങ്ങിയില്ല. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ആളുകളോട് അദ്ദേഹം അതിലെ അവസാന വാക്യം ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. Then sell off everything, return the proceeds to the donor. ഡോണറിൽ നിന്ന് വന്ന പണമെല്ലാം അവർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കൂ. നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ മിഷൻ ആവശ്യമായ കാര്യങ്ങൾ. I get no news at all from the mud. What is Sharat doing? I want to see work done before dying. I want to see that what I have established as a result of my lifelong struggle is put in a more less running condition. അങ്ങനെയാണ് ആ യോദ്ധാവ് ജീവിച്ചത്. നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചിത്രമല്ലേ അദ്ദേഹം യോഗവസ്ത്രത്തിലിരിക്കുന്നത്, അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നത്. അത് ധ്യാനമല്ല. അദ്ദേഹം സംഘർഷത്തിലാണ് ഇരിക്കുന്നത്. രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു ശാന്തി ലഭിക്കുവാനായി. എന്നിട്ട് പറയുന്നു, എനിവേ പ്ലീസ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദി മാഗസിൻ. മെന്റലി ടേക്ക് ഇറ്റ് ആസ് ദി ഐ വെയർ നോട്ട് ആക്ട് ഇൻഡിപെൻഡന്റ്ലി ഓൺ ദിസ് ബേസിസ്. മാഗസിന് വേണ്ടിയാണ് പറഞ്ഞത്. ഇങ്ങനെ പുറത്തിറക്കൂ, ഇനി ഞാനില്ല എന്ന രീതിയിൽ. ഞാൻ പോയി കഴിഞ്ഞ മാഗസിൻ ഇനിയും പുറത്തിറങ്ങും. ആളുകൾ പറഞ്ഞു ഈ മാഗസിനിൽ മുഴുവൻ ആധ്യാത്മിക കാര്യങ്ങളായിരിക്കുമെന്ന്. ഞാൻ വായിക്കില്ലെന്ന്. എനിക്കറിയാം ആളുകൾ എങ്ങനെയാണെന്ന്. അവർ വായിക്കില്ലെന്ന്. ആളുകൾ ആധ്യാത്മിക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിക്കില്ലെന്ന്. ഒരു കാര്യം ചെയ്യൂ,
ഞാൻ യാത്ര ചെയ്ത അനുഭവങ്ങളില്ലേ, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഒരു വിനോദം പോലെ അത് പബ്ലിഷ് ചെയ്യും. ശരത് റൈറ്റ്സ് ദാറ്റ് ദി മാഗസിൻ ഈസ് നോട്ട് ഗോയിങ് വെൽ. ലെറ്റ് ദം പബ്ലിഷ് ദി അക്കൗണ്ട്സ് ഓഫ് മൈ ട്രാവൽസ് ആൻഡ് അഡ്വർടൈസ് ഇറ്റ് ബിഫോർ ഹാൻഡ്. ആളുകൾക്ക് എന്തെങ്കിലും നൽകേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം തന്നെ പ്രചരിപ്പിക്കൂ, പരസ്യം നൽകൂ, അഡ്വർടൈസ്മെന്റ് തരൂ. മാഗസീനിൽ ഒരു വിശേഷപ്പെട്ട കാര്യം വരുന്നു: മാഗസിൻ വാങ്ങൂ, മാഗസിൻ വാങ്ങൂ. ഓൺലി ദെൻ വിൽ സബ്സ്ക്രൈബേഴ്സ് കം റഷിംഗ് ഇൻ. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം, ആളുകൾ വരില്ല വിനോദമുള്ള എന്തെങ്കിലും ഉണ്ടെന്നറിയാതെ. ഡു പീപ്പിൾ ലൈക്ക് എ മാഗസിൻ ഇഫ് 3/4 ഓഫ് ഇറ്റ് ആർ ഫിൽഡ് വിത്ത് പയസ് സ്റ്റഫ്? പയസ് എന്ന് പറഞ്ഞാൽ ശുദ്ധം, ധാർമ്മികം, പവിത്രം. പറയുന്നു 3-4 മാഗസിനിൽ നിങ്ങൾ ശുദ്ധവും പവിത്രവും ധാർമ്മികവുമായ കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ മാഗസിൻ ആരും വാങ്ങില്ല. മാഗസിൻ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വിനോദവും മസാലയും ഉണ്ടാകണം. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവരിൽ നിന്ന് ആ മാഗസിൻ്റെ വായനക്കാരെയും വരിക്കാരെയും സബ്സ്ക്രൈബേഴ്സിനെയും മനസ്സിലാക്കാം. വിവേകാനന്ദനെ പോലെ ഒരു മഹാപുരുഷനും തൻ്റെ മാഗസിൻ ആളുകൾ സ്വീകരിക്കുന്നതിനായി പറയേണ്ടി വന്നു: ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചേർക്കൂ. ഇതിൽ 3-4 ആധ്യാത്മിക കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ആരും വായിക്കില്ല. ഇങ്ങനെയാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. ഇക്കാര്യം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എത്ര ശുദ്ധനാണ്, അദ്ദേഹം എത്ര അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം മൊണാസ്ട്രി ഉണ്ടാക്കിയപ്പോൾ ആളുകൾക്ക് അതിനോടുള്ള മനോഭാവം എന്തായിരുന്നു? Most people did not welcome the newly born monastery, much less admire it. അഡ്മയർ ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല. ഇതുവരെ നമ്മൾ ചിന്തിച്ചിരുന്നത് രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയത് കാരണം 2 പേരിൽ സ്വാഗതം ചെയ്തു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. മോസ്റ്റ് പീപ്പിൾ ഡിഡ് നോട്ട് വെൽക്കം ദി ന്യൂലി ബോൺ മൊണാസ്ട്രി, മച്ച് ലെസ് അഡ്മയർ ഇറ്റ്. അഡ്മയർ ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല. ആളുകൾക്ക് ദേഷ്യമാണ് വന്നത്. ഇതെന്തിനാണ് നിർമ്മിച്ചതെന്ന്. ഇത് വേണ്ട പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ധർമ്മം പോകട്ടെ. ആ സമയത്ത് ഒരുപാട് യാഥാസ്ഥികരും അന്ധവിശ്വാസികളും ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളതുപോലെ സംസ്കാരവും പാരമ്പര്യവും തന്നെ പോകുവാൻ അനുവദിക്കൂ. പുതിയ കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? സ്വാമിജി ശരിക്കും പുതിയ കാര്യങ്ങളല്ലേ കൊണ്ടുവന്നത്, വിജ്ഞാനം. അവർക്ക് അത് മതിയായിരുന്നു. മോസ്റ്റ് പീപ്പിൾ ഡിഡ് നോട്ട് വെൽക്കം ദി ന്യൂലി ബോൺ മൊനാസ്ട്രി, മച്ച് ലെസ് അഡ്മയർ ഇറ്റ്. എന്തൊക്കെയാണ് ആളുകൾ ചെയ്തത്? അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. ഇൻഡിഫറൻറ്റ് ആദ്യത്തെ കാര്യം. പിന്നെന്തൊക്കെയാണ്? ടോണ്ടിങ്, ഉപദ്രവം. 1 രൂപയുടെ സഹായം പോലുമില്ല. പക്ഷെ ഇതെല്ലാം നൽകി. ഇൻഡിഫറൻസ്, ടോണ്ടിങ്, സ്ലാൻഡർ. സ്ലാൻഡർ എന്നാൽ അപമാനിക്കുക, ഒരാളെ അപമാനിക്കുക, അയാളുടെ പേര് നശിപ്പിക്കൂ. ഓപ്പറേഷൻ, ഇല്ലാതെയാക്കൂ. These were what the monks had to face. അവർക്ക് ഇതൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് ശരിക്കും. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? ഇനി വിത്തിൻ കോട്ട്സ് ആണ്. Only thing we got from those around us was a kick and curse, that was all. The only thing we got from those around us was a kick and curse, that was all. ചവിട്ടി അരയ്ക്കേണ്ടവർ ചവിട്ടി അരച്ചു. ചീത്ത പറയേണ്ടവർ, ശാപം തരേണ്ടവർ, അബദ്ധങ്ങൾ പറയേണ്ടവർ, അവരെല്ലാം അതും ചെയ്തു. 40 വയസ്സിന് മുൻപ് മരിച്ചു പോകേണ്ട ഒരാളല്ലായിരുന്നു. വളരെ ബലവാനായിരുന്നു, മസിൽമാനെ പോലെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? ഇതെല്ലാം ശരിക്കും നമ്മളാണ് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തെ മരണത്തിന്റെ മുന്നിലെത്തിച്ചു. The only thing we got from those around us was a kick and curse. എന്ത് കാര്യത്തിനാണ് അദ്ദേഹത്തെ അപമാനിച്ചത്? ജനം അദ്ദേഹത്തെ. അതിനൊരു കാരണമുണ്ട്. The drinking of tea was not popular, but one would take the when infected with malaria or cough or cold. Another report, however, claims that a decoction of the without milk or sugar was available. നാടകം ഇവിടെയാണുള്ളത്. The only luxury they indulged in was smoking tobacco from a hubble bubble. നോക്കാം. As they had no warm clothes, the monks would do physical exercise to warm themselves when they were awakened by the chill of cold wintry nights. ഇതായിരുന്നു ശരിക്കും അവസ്ഥ. മനസ്സിലായില്ലേ? തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഴുന്നേറ്റ്
എക്സർസൈസ് ചെയ്യും ശരീരം ചൂടാക്കുവാൻ. മുന്നോട്ട് പറയുന്നു, owing to want of funds, I would sometimes fight for abolishing the mud altogether. പണമില്ലാത്തത് കാരണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മഠം പൂർണ്ണമായും അടയ്ക്കാമെന്ന്. പൈസയില്ല. There have been days when the mud was without a grain of food. If some rice was collected by begging, there was no salt to take it with. കഴിക്കാൻ സാധിക്കില്ല. ചോറ് കിട്ടും, പക്ഷേ ഉപ്പുണ്ടാകില്ല. On some days there would be just a rice and salt and nobody cared for it. ചോറും ഉപ്പുമുണ്ട്, അതുകൊണ്ട് കാര്യം നടത്താം. അതിനാണ് ഇവർ പറയുന്നത് ഓ ദോസ് വണ്ടർഫുൾ ഡേയ്സ് എന്ന്. അവർക്ക് ശരിക്കും അത് മതിയായിരുന്നു. ഓ ദോസ് വണ്ടർഫുൾ ഡേയ്സ്. എന്നിട്ട് പറയുന്നു, ഇറ്റ്സ് എ ട്രമെൻഡസ് ട്രൂത്ത് that if there we really bathing you, the more will that inner power manifest itself. എത്രത്തോളം പ്രതികൂല സാഹചര്യമുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ശക്തരായിക്കൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും ദി ഏർലി ഹിസ്റ്ററി ഓഫ് ദി രാമകൃഷ്ണ മൂവ്മെന്റ്. ഇതാണ് ഇനിയും ഒരുപാടുണ്ട്. എത്രത്തോളം ഞാൻ വായിക്കും. എല്ലാം ഒന്നാണ്: സംഘർഷം, സംഘർഷം, സംഘർഷം. ജനങ്ങൾ കാരണം, ഭാരതീയർ കാരണം, ഹിന്ദുക്കൾ കാരണം നിർബന്ധിതമായ വൈരാഗ്യം. വായിക്കണം, നിങ്ങൾ സ്വയം വായിക്കണം. ഞാൻ ബുക്കിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ വായിക്കണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ അതാദ്യം ചോദിക്കും. പ്രണാമം ആചാര്യ. താങ്കൾ ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സംഘർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല, അദ്ദേഹത്തെ ഫോളോയും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തെ കൂടുതൽ നമ്മൾ ബഹുമാനിച്ചത്. എന്തുകൊണ്ടാണ് ആചാര്യ ഒരു മഹാപുരുഷൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും കേൾക്കാഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മരണശേഷം ഫോളോവേഴ്സ് അധികമാകുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ സത്യം ഒരു ബലിദാനമായാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമായിരിക്കും നമുക്ക് സത്യം മനസ്സിലാവുന്നത്. സഹോദര, നോക്കൂ, ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഉപദേശമോ നിർദ്ദേശമോ ഒന്നും നൽകുകയില്ല. ശരിയല്ലേ? സൗകര്യമാണ്, സുരക്ഷിതമാണ്. അദ്ദേഹം ജീവനോടെ ഉണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു അദ്ദേഹം മഹാനാണെന്ന് വിചാരിക്കൂ. ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഗുൽഷാൻ അവിടെ ഇരിക്കുന്നു, ഇവന് ജീവനുണ്ട്. ഞാൻ പറയുന്നു ഗുൽഷൻ മഹാനാണെന്ന്. ഗുൽഷൻ മഹാനാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഗുൽഷൻ പറയുന്നത് എന്തും എനിക്ക് അനുസരിക്കേണ്ടി വരും. അത് വലിയ കഷ്ടമാണ്. ഗുൽഷൻ ശരിക്കും എന്നെ നശിപ്പിക്കും. ഗുൽഷൻ ജനിച്ചത് തന്നെ നശിപ്പിക്കുവാനാണ്. മഹത്വത്തിന്റെ അർത്ഥം തന്നെ ഇതാണ്. നശിപ്പിച്ചു കളയും, ഭസ്മമാക്കി കളയും. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഇയാളെ മഹാൻ എന്ന് കരുതിയാൽ ഇയാൾ എന്നെ ഇല്ലാതാക്കും. ഇയാൾ ജീവിച്ചിരിക്കുന്നത് വരെ ഇയാളെ അകറ്റി നിർത്തണം, വിരോധം കാണിക്കണം, എങ്ങനെയെങ്കിലും കൊന്നുകളയണം. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപകടമൊന്നുമില്ല. അയാൾ മരിച്ചു കഴിഞ്ഞു, ഇനി പറയാം ഗുൽഷൻ മഹാനാണെന്ന്. അവൻ ജീവിച്ചിരിക്കുന്നത് വരെ അവന് ഒരു രൂപ പോലും കൊടുക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വലിയ വലിയ പ്രതിമകൾ ഉണ്ടാക്കണം. ആ പ്രതിമ ഉണ്ടാക്കിയ പൈസ അയാൾക്ക് നൽകിയിരുന്നുവെങ്കിൽ നമ്മൾ വായിച്ച ആ സമയത്ത് സ്വാമിജി ഓരോരോ രൂപയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭാരതത്തിൽ വലിയ വലിയ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, നിർമ്മിക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപ അതിൽ ചെലവഴിച്ചിരിക്കുന്നു.
എല്ലാ ഹിന്ദുക്കളും അവിടെ പോയി ദാനവും ദക്ഷിണയും നൽകാറുണ്ടായിരുന്നു. മറ്റ് ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയും പണം ചെലവഴിച്ചിരുന്നു. പക്ഷെ സ്വാമിജിക്കില്ല. ജീവിച്ചിരിക്കുന്ന മഹാപുരുഷൻ തീയാണ്. എരിഞ്ഞു തീരുവാനുള്ള ധൈര്യമുള്ളവരാണ് അതിനകത്തേക്ക് വരുന്നത്. തീ അണഞ്ഞാൽ, ചാരം അവശേഷിച്ചാൽ, അപ്പോൾ ആർക്കു വേണമെങ്കിലും അവിടെ വന്ന് പറയാം, മഹാൻ, മഹാൻ, മഹാപുരുഷൻ, ഗുൽസൻ മഹാൻ. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു അപകടവും ഇല്ലല്ലോ. ചാരം എഴുന്നേറ്റ് പറയില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നാക്കണമെന്ന്, എന്നെ മഹാൻ എന്ന് വിളിക്കരുതെന്ന്. നിന്റെ ജീവിതം നന്നാക്കണം, ചാരം ഒരിക്കലും അത് പറയില്ലല്ലോ. ആ വ്യക്തി 70-80 വയസ്സുവരെ ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു. രാമകൃഷ്ണ പരമഹംസൻ വളരെ ആലോചിച്ചായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൽ കണ്ട ഒരു കാര്യം ഇതായിരുന്നു: വ്യക്തി എൻ്റെ സന്ദേശത്തിന്റെ വാഹകനായിരിക്കുമെന്ന്. അദ്ദേഹം വളരെ ബലവാനായിരുന്നു. ആ ബലവാൻ 38-ാം വയസ്സിൽ പോയി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ 40-ലെത്തില്ലെന്ന്. എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ അധിക നാൾ പോവില്ലെന്ന്. കാരണം തീയല്ലേ, അണയേണ്ടി വരും. തീ പിടിക്കുവാൻ സാധ്യതയുള്ളവരുടെ ആവശ്യം തീ എങ്ങനെയെങ്കിലും അണക്കുക എന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എരിഞ്ഞു തീരും. വളരെ വലിയ കുതന്ത്രങ്ങൾ മെനഞ്ഞ് തീ കെടുത്തും. നേരെ ഒരാളെ കൊല്ലുവാൻ സാധിക്കില്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. സംഘർഷങ്ങളിലൂടെ കടന്നുപോയി അദ്ദേഹം മരണത്തിന് കീഴടങ്ങട്ടെ. സ്വാമിജിയെ അപമാനിച്ചവരോട് ഇന്ന് നിങ്ങൾ പ്രതികാരം ചോദിക്കുവാൻ പോകുന്നുണ്ടോ? അവരിപ്പോൾ മിണ്ടുന്നില്ല. അന്ന് എത്രത്തോളം ചെയ്യാമോ അതെല്ലാം ചെയ്തില്ലേ? ഇപ്പോൾ മിണ്ടാതിരിക്കുകയല്ലേ? അവരുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ല. ഏത് സ്ഥലത്ത്, ഏത് പുസ്തകത്തിൽ, ഏത് ആളുകൾ, ഏത് പത്രത്തിൽ, ഏതൊക്കെ രീതിയിൽ അപമാനിച്ചത്, മോശമായി ചിത്രീകരിച്ചത്, അപവാദങ്ങൾ പരത്തിയത്, ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർ നല്ലവരായി മാറി. സർജി, ഇതിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ മഹാപുരുഷന്മാരുടെ മരണത്തിന് ശേഷമാണ് അവരിൽ കൂടുതൽ വിശ്വാസം വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വാസം കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ വിശ്വാസം വന്നു? ഇതിപ്പോൾ അപകടകരമല്ലേ? ഈ വിശ്വാസം വന്നു, പക്ഷെ എന്ത്? ഇപ്പോൾ അപകടമില്ല, ആ വിശ്വാസമാണ് വന്നത്. ഇപ്പോൾ അയാൾക്ക് നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അയാളെ മഹാനായി കാണുന്ന ആളായിരുന്നുവെങ്കിൽ അയാൾ ജീവിച്ചിരുന്നപ്പോൾ കാണണമായിരുന്നു. അയാൾ സ്വയം എന്നെ മഹാനായി കാണണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടില്ല. അയാൾ ആവശ്യപ്പെട്ടത്, സഹോദര, എനിക്കൊരു മഠം ഉണ്ടാക്കണം, രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കണം. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അയാളെ മഹാനായി കാണണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പലതും ചെയ്തേനെ. ആ സമയത്ത് അദ്ദേഹത്തെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഇനിയുമുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ സമയത്തിന്റെ അഭാവം ഉള്ളതുകൊണ്ട് എല്ലാം പറയുവാൻ കഴിയുന്നില്ല. അമേരിക്കയിലും അത്ര എളുപ്പത്തിലല്ല അദ്ദേഹം എത്തിച്ചേർന്നത്. അമേരിക്കയിൽ പോകുവാനും അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് പണം കണ്ടെത്തിയത്. ചില പ്രധാന ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അവിടേക്ക് പോകുവാനും കഴിയില്ലായിരുന്നു. പണമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും അവിടെ ജീവിച്ചത്? അതെല്ലാം നിങ്ങൾ വായിക്കൂ. ആ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, അപ്പോൾ നമ്മൾ വന്നു നിൽക്കും കണ്ണീർ ഒഴുക്കുവാനായി. നമ്മൾ പറയും, നമ്മുടെ വിവേകാനന്ദനെന്ന്, നമ്മുടെ വിവേകാനന്ദനായിരുന്നെങ്കിലെന്ന്. വിവേകാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കപട ദുഃഖം കാണിക്കുന്നത്? അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സഹായം പാശ്ചാത്യരാണ് ചെയ്തതെന്ന്. പിന്നെ എന്തിനാണ് ഭാരതീയർ വന്ന് പറയുന്നത് നമ്മുടെ വിവേകാനന്ദനെന്ന്? ഇത് ഭാരതീയരുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരനും കൂട്ടത്തിൽ ഒരാളാകും. പാവപ്പെട്ടവന് അദ്ദേഹത്തോട് വിരോധം ഉണ്ടായിരുന്നില്ല. ആരാണ് അദ്ദേഹത്തോട് വൈരാഗ്യം കാണിച്ചത്? ആ കൂട്ടം കൂടിയ ധാർമ്മികരായ മനുഷ്യർ. വിവേകാനന്ദൻ വന്നത് ധർമ്മത്തിന് ഒരു പുതിയ തിളക്കം നൽകുവാനായിരുന്നു.
വൈദിക ധർമ്മത്തിന് അതിന്റെ പഴയ തിളക്കം തിരികെ നൽകുവാനായി. ഇവർക്കിടയിൽ ജനിച്ച അന്ധവിശ്വാസി, യാഥാസ്ഥികർ, പാരമ്പര്യവാദി തുടങ്ങിയവർക്ക് അദ്ദേഹം ഒരു അപകടമായി തോന്നി. ഈ വൈരാഗ്യവും സ്ലാൻഡർ ക്യാമ്പയിനും ഇവരാണ് ചെയ്തിരുന്നത്, പാവപ്പെട്ടവരല്ല. അവർക്ക് എന്തറിയാം? ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല, പത്രത്തിൽ വന്നത് ഞങ്ങൾ വായിച്ചു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നൂറു പേരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് തനിയെ, അതും 30-35 വയസ്സുള്ള ഒരാൾ പറയുന്നു, ഒരുപക്ഷെ 100 പേരെ ലഭിച്ചാൽ ദേശത്തെ മാറ്റിമറിക്കാമെന്ന്. 100 എപ്പോഴാണാകുന്നത്? ഈ രാജ്യം മാറുമ്പോൾ. അദ്ദേഹം പറഞ്ഞു, എത്ര തവണ ഞാൻ പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ലെന്ന്. അപ്പോൾ അദ്ദേഹം ഭാവിയെ വിശ്വസിക്കുവാൻ തുടങ്ങി. എനിക്ക് ശേഷം അങ്ങനെയുള്ള ആളുകൾ വരുമെന്ന്, എൻ്റെ ജോലി പൂർത്തിയാക്കുവാനും കഴിയുമെന്ന്. നമസ്കാരം ആചാര്യ. ചെറിയ പരിഭ്രമമുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ, എങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ താങ്കൾ തന്നു കഴിഞ്ഞു. പക്ഷേ രണ്ടാം ഭാഗമുണ്ടല്ലോ. എന്തെന്നാൽ സ്വാമി വിവേകാനന്ദനോട് ആളുകൾ ക്രൂരമായി പ്രവർത്തിച്ചു, ശരിയായ രീതിയിൽ പെരുമാറിയില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ കരുതുന്നതനുസരിച്ച്, മനസ്സിലാക്കുന്നതനുസരിച്ച് താങ്കൾക്കും അതേ അവസ്ഥയാണ്. ഒരുപാട് ആളുകൾ താങ്കൾക്ക് മുന്നിൽ ഇരിക്കുന്നു, താങ്കളെ നശിപ്പിക്കുവാനായി ശ്രമിക്കുന്നു, താങ്കളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു, പല കാര്യങ്ങളിലും. എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാകുന്നില്ല? ഒരാൾ നല്ലത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്ന് 100 പേരുടെ കാര്യം പറഞ്ഞു. അങ്ങനെ 100 പേർ ഉണ്ടാക്കുവാൻ ഭാരതത്തിന്റെ മുഖം തന്നെ മാറുമെങ്കിൽ ഇതിനെക്കുറിച്ച് ആളുകൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിന്റെ നല്ലത് മാത്രം ചെയ്യുവാൻ കഴിയുക? ഒരു സ്വാമി വിവേകാനന്ദൻ അല്ലെങ്കിൽ ഒരു പ്രശാന്ത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ മുഴുവൻ ലോകത്തെക്കുറിച്ചും ചിന്തിക്കുന്ന അവരെക്കുറിച്ച്. ഇതിനുള്ള ഉത്തരം മുൻപത്തെ ചോദ്യത്തിന് ഞാൻ തന്നെ പറഞ്ഞില്ലേ. നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഉപനിഷത്തായാലും ഋഷിയായാലും സന്യാസിയായാലും അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനായാലും ഇത് സംഭവിക്കും. കാരണം ഞങ്ങളല്ലാതെ ജീവിക്കുന്നതിനായി അത് തീയായിരിക്കും. വരുന്നത് ഞങ്ങളെ എരിയിച്ച് കളയുവാനായിരിക്കും. നമ്മളിത് മനസ്സിലാക്കുന്നില്ല. എരിഞ്ഞു തീരുന്നതിലാണ് നമ്മുടെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എരിഞ്ഞു തീരുമ്പോൾ ശുദ്ധമായാണ് പുറത്തു വരുന്നതെന്ന്. നമ്മൾ എരിയുമ്പോൾ നമ്മുടെ ആത്മാവ് എരിയുന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ് എരിയുന്നത്. നമ്മൾ ശുദ്ധമായി മാറുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. തീ മുന്നിൽ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്നു. നമ്മൾ അതിനെ വെറുക്കുവാൻ തുടങ്ങുന്നു. അതാണ് കാര്യം, മറ്റൊന്നുമല്ല. പേടിച്ചു പോകുന്നു. അത് അജ്ഞതയാണ്, നമ്മളോടുള്ള അജ്ഞത. നമ്മൾ അറിയുന്നില്ല നമ്മളിൽ എത്രത്തോളം സ്വർണമുണ്ടെന്നും അവശിഷ്ടങ്ങളുണ്ടെന്നും. അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എല്ലാമായി കാണുന്നത്. വെറും അവശിഷ്ടങ്ങളാണെന്ന് നമ്മൾ കരുതുന്നു. തീ കാണുമ്പോൾ അവശിഷ്ടങ്ങൾക്ക് ഭയമാകുന്നു. കാരണം ഈ തീ എരിയിച്ച് കളയുമല്ലോ. അവശിഷ്ടങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് എരിഞ്ഞ് അടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള സ്വർണം അത് ആത്മാവാണെന്ന്, അത് പ്രകാശപൂർണമാകുമെന്ന്. അത് കാണണമെങ്കിൽ അവശിഷ്ടങ്ങൾ എരിഞ്ഞു തീരണം. അഗ്നിയെ അതുകൊണ്ടാണ് പൂജിക്കുന്നത്. അവശിഷ്ടങ്ങൾ തീയെ പേടിക്കുന്നു, അഗ്നിയെ വെറുക്കുന്നു. അദ്ദേഹം പലതവണയായി പറയുന്നു, പലതവണയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടിമകളാണ്. പറഞ്ഞില്ലേ ഇങ്ങനെ? അതിന് കാരണമുണ്ടോ? നമ്മൾ അടിമകളായതിൽ കാരണമുണ്ട്. നമ്മൾ പരാധീനരായതിൽ കാരണമുണ്ടോ? എന്നും ഭാരതീയരെ പല കാര്യങ്ങളിലും അടിച്ചമർത്തുന്നു. ഭയപ്പെടുന്നവരാണ് അക്രമാസക്തരായി മാറുന്നത്. ആക്രമണം ഭയത്തിന്റെ മറ്റൊരു പേരാണ്. ആക്രമണം ഭീരുത്വത്തിന്റെ മറ്റൊരു പേരാണ്. സ്വാമിജി എപ്പോഴും ഇതായിരുന്നു പറയുന്നത്. ഇവർ ഈ ദേശത്തിന്റെ ആളുകളാണ്. ഭയപ്പെട്ട അസൂയക്കാരായ ആളുകളാണ്. ഇവരുടെ ബുദ്ധി ഉറങ്ങുകയാണെന്ന്. ബുദ്ധിയുടെ കാര്യത്തിൽ ഇവർ വെറും കുട്ടികളാണെന്ന്.
ഉദാഹരണം തന്നില്ലേ, ഒരു വൈദ്യൻ കുട്ടിയെ കയ്പുള്ള മരുന്ന് കഴിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കുട്ടി ഓടി ഓടി പോവുകയാണ്. ഈ ദേശത്തിലെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് ശരിക്കും. ശരി, അത് പഴയ 100 വർഷം പഴക്കമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ നേരിടുന്ന പ്രധാന സംഘർഷം, താങ്കൾ ഈ ഒരു മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന പരിശ്രമം, അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ താങ്കളോടൊപ്പം ഇല്ലാത്തതുപോലെയാണ് സംഭവിക്കുന്നത്. ആ സംശയം നിങ്ങളും അതുപോലെ ചെയ്യും. ഒപ്പമുണ്ടാവുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ ഒപ്പം എന്ന് പറഞ്ഞാൽ ഒരു കൈയാണ്. ആർക്കെങ്കിലും കൂട്ടു നിൽക്കുന്നുവെങ്കിൽ ഒരു കൈ നൽകിയെന്നാണ്. ഒരു കൈ കൊടുത്താൽ അതിനർത്ഥം മറ്റേ കൈ മറ്റാർക്കെങ്കിലും കൊടുക്കില്ല എന്നല്ലല്ലോ. ഒപ്പം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ ഒപ്പവുമാകാം, 50 പേരുടെ ഒപ്പവുമാകാം. മറ്റേ കൈ എവിടെയെന്ന് അറിയില്ല. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കൂടെ നിൽക്കേണ്ട നിങ്ങൾ എന്താകണമോ അതാണ് ആകേണ്ടത്. ശ്രീകൃഷ്ണനാകട്ടെ, മറ്റേതെങ്കിലും മഹത് വ്യക്തിയാകട്ടെ, അതുകൊണ്ടല്ലേ വരുന്നത് നിങ്ങൾ ഒപ്പമുണ്ടാകുവാൻ അല്ലെങ്കിൽ അനുഗമിക്കുവാൻ. അതുകൊണ്ടാണ് വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കൃഷ്ണത്വം അത് പ്രകടമാക്കുവാൻ. അതിനുശേഷം ഒപ്പമുണ്ടാകുന്നതിൽ കാര്യമില്ല. മറ്റാരുടെയെങ്കിലും ഒപ്പം നിങ്ങൾക്ക് പോകാം. അതിനുശേഷം അത് സ്വന്തം കാര്യമായി മാറും, ആത്മീയമായി മാറും. അത് നിങ്ങളുടെ യുദ്ധമാണ്. അതിനുശേഷം നിങ്ങൾ മറ്റൊരാളുടെ യുദ്ധത്തിൽ അവർക്ക് കൂട്ടാവുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ യുദ്ധമാണ് നയിക്കുന്നത്. അപ്പോഴാണ് യുദ്ധത്തിന് ഒരു ജീവൻ ഉണ്ടാകുന്നത്. മറ്റൊരാൾക്കൊപ്പം എത്ര നാൾ നിങ്ങൾ സഞ്ചരിക്കും? മറ്റൊരാളുടെ വഴിയിൽ അയാൾക്ക് പിന്നാലെ എത്ര ദൂരം ഒരാൾക്ക് നടക്കുവാൻ സാധിക്കും? നിങ്ങൾ ഇത് നിങ്ങളുടെ കാര്യമായി കാണൂ. ഈ യുദ്ധം നിങ്ങളുടെ യുദ്ധമാക്കി മാറ്റൂ. നോക്കൂ, ഇത് എന്താണോ അതെല്ലാം തന്നെയാണ്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ പ്രകാശം തനിയെ പുറത്തു വരും. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, കള്ളവും ഭയവും ഒരുമിച്ചാണ് ചലിക്കുന്നത്. അഹങ്കാരം ഭീരുവാണ്. കാരണം അതിന് തന്നെ രക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ. ഭീരുത്വം നിങ്ങളിൽ നിന്നും മാറുകയില്ല. എപ്പോൾ വരെ? നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കള്ളത്തെ നിങ്ങളുടെ രാജാവായി നിലനിർത്തുന്നത് വരെ നിങ്ങൾ ഭീരുവായിരിക്കും. നിങ്ങൾ തുറന്നു പറയണം, നിങ്ങൾ ആരുടെയും ഒപ്പമല്ല പോകുന്നത്. ഈ ജീവിതം എന്റേതാണ്, ഈ സംഘർഷം എന്റേതാണ്. ഗീത അർജുൻ്റേത് മാത്രമല്ല, എന്റേത് കൂടിയാണ്. ഗീത എന്റേതാണ്. നിങ്ങൾ ഇതല്ലേ പറയേണ്ടത്, ഞാൻ ഗീത വായിച്ചിട്ടുണ്ടെന്ന്. സർ ഉണ്ട്, ഗീത പഠിപ്പിക്കുന്നു, ഞാൻ ഗീത പഠിക്കുന്നു. അങ്ങനെയല്ല, ഗീത എന്റേതാണ്. നിങ്ങൾക്ക് വലിയ ആത്മീയ ബന്ധമുണ്ടാക്കേണ്ടി വരും ഗീതയോട്, ശ്രീകൃഷ്ണനോട്. അപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശകരുടെ ആവശ്യം പോലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വരില്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തുവെന്ന്. അവർ പറയാത്തതുപോലും നിങ്ങൾ ചെയ്തു കാണിക്കും. വിവേകാനന്ദൻ ചെയ്തതെല്ലാം രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു ചെയ്യിച്ചതല്ല. രാമകൃഷ്ണൻ അദ്ദേഹത്തിന് ഒരു സൂചന മാത്രമാണ് നൽകിയത്. ഒരു സൂചനയാണ് ശരിക്കും നൽകിയത്. ഞാൻ പറയുന്ന കാര്യം നീ ഈ ലോകത്തെ അറിയിക്കണം, ജനങ്ങളുടെ ശാന്തി ഇതിലാണ്. അതിനുശേഷം സ്വാമിജി ചെയ്യുന്നതെല്ലാം സ്വയം ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ സ്വന്തമായി കഴിഞ്ഞു. ഗീത നിങ്ങളുടെയും സ്വന്തമായിരിക്കണം. ഈ കാര്യം എൻ്റേതായിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം നടക്കുവാനോ എന്നെ അനുഗമിക്കുവാനോ കഴിയില്ല. ഇത് നിങ്ങളുടെ സ്വന്തം കാര്യമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നന്ദി ആചാര്യജി. നമസ്കാരം ആചാര്യജി. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്, അതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വിവേകാനന്ദനെ കുറിച്ച്. പക്ഷേ അത് പലരും എഴുതിയതായിരുന്നു. വിവേകാനന്ദൻ എഴുതിയ കത്തുകൾ പോലെ ഒന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഒരു കാര്യം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് 39-ാം വയസ്സിൽ നടന്നത്. ഈ ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ ജോലി അത് പൂർത്തിയായിരുന്നു. അതുകൊണ്ട് ഇച്ഛാമൃത്യുവാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന്. അതാണ് ഒന്ന്.
രണ്ടാമത്തെ കാര്യം ഇതാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ രാമകൃഷ്ണജി ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ആരോ വരുന്നുണ്ടെന്ന്, ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ എന്നാൽ ബംഗാളിയിൽ ഇങ്ങനെ പറയും. ബംഗാളിയിൽ പറയും ബീരജ് ജവാൻ പുരുഷ്, അതായത് അയാൾ ധീരനായ പുരുഷനാണ്. അതായത് അദ്ദേഹം ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ചുറ്റും ഒരു പ്രകാശമുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ എന്തോ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചില ദുഃഖങ്ങൾ അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ താങ്കൾ വായിച്ചു കേൾപ്പിച്ചു. അതായത് ഇന്നു വരെ അത് കേട്ടിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്നത് ഇത് മാത്രമാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്. അദ്ദേഹത്തിന് അസുഖം വന്നത്, അദ്ദേഹം ജീവിച്ച ജീവിതം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. എന്തൊക്കെ രോഗങ്ങളാണെന്ന് നിങ്ങൾക്ക് തിരഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരണം അദ്ദേഹത്തിന് സംഭവിച്ചത് ബ്രെയിനിലെ ഒരു ബ്ലഡ് വെസൽ നശിച്ചതിനാലാണ്. ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. കഴിഞ്ഞു. ഏത് തരത്തിലാണ് നമ്മുടെ മഹാപുരുഷന്മാരുടെ ജീവിതം നമ്മൾ ഒളിപ്പിക്കുന്നതെന്ന്. അവരെ അലൗകികമാക്കി മാറ്റുന്നു. നമ്മൾ ബഹുമാനത്തോടെ ചെയ്യുന്നതാണെന്ന് എല്ലാവരും കരുതും. ബഹുമാനം എത്രയുണ്ടെന്ന് ആർക്കറിയാം? ഉള്ള കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കും. യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിത കഥ അത് ഒളിപ്പിച്ചു വയ്ക്കും. ഒരു മഹാപുരുഷൻ അങ്ങനെ ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാത്തതായി നിങ്ങൾ ആരെയാണോ മാറ്റുവാൻ വന്നത്, അതൊരു വലിയ സമൂഹമാണ്. എണ്ണുവാൻ സാധിക്കാത്ത അത്ര ആളുകളുള്ള ഒരു വലിയ സമൂഹം, അവരെയാണ് നിങ്ങൾ മാറ്റുവാൻ വന്നത്. മാറാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സഹോദര, മുഷ്ടി ചുരുട്ടി അവർ നിങ്ങൾക്കെതിരെ തിരിയും. സ്വാർത്ഥതയുള്ള അവരുടെ ഇടയിലും സ്വാർത്ഥതയുള്ള മനുഷ്യരും ഉണ്ടാകും. പരാധീനതരുണ്ടാകും. അധികാരികളുണ്ടാകും. മഠാധിപന്മാരുണ്ടാകും. പഴയ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചവരുണ്ടാകും. അവർ ജീവൻ എടുക്കുവാൻ പോലും തയ്യാറായിരിക്കും. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? നമുക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത്? ഒരാൾ വന്നാൽ നമ്മളെ മനസ്സിലാക്കാൻ, പറഞ്ഞു തരാൻ നമ്മളവരെ സ്വാഗതം ചെയ്യും. The only thing we got from those around us was a kick and curse. ഇത് അവരുടെ ശബ്ദമാണ്. The only thing we got from those around us was a kick and curse. വളരെ മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായിരുന്നു. മരണത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചിരുന്നു. ആരെയും നിങ്ങൾ അലൗകികരാക്കി മാറ്റരുത്. അതിലൂടെ നിങ്ങൾ അവരുടെ മനുഷ്യത്വത്തെയാണ് പിഴുതെറിയുന്നത്. മനുഷ്യത്വം പിഴുതെറിയുന്നു. അവൻ്റെ ആത്മാർത്ഥത വലിച്ചെറിയുന്നു. നിങ്ങൾ സ്നേഹത്തോടെ പറയൂ, ദേഷ്യത്തോടെ പറയൂ, എങ്ങനെ വേണമെങ്കിലും പറയൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവൻ അർപ്പിക്കൂ. നിങ്ങൾ അവരുടെ ശ്രേയസ് കവർന്നിരിക്കുന്നു, ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ആരും അലൗകികമല്ല. എല്ലാവരും ഈ മണ്ണിൽ, ഈ ദേശത്താണ് ജന്മം കൊണ്ടത്. ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് ജന്മമെടുത്തത്. നിങ്ങളുടെയും എൻ്റെയും തെരഞ്ഞെടുപ്പുകളെ പോലെ ഇരിക്കും ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന്, എത്ര ഉയരത്തിലെത്തുമെന്ന്. ചിലർ നല്ലത് തിരഞ്ഞെടുക്കും, ചിലർ ഭയപ്പെട്ട് പിന്നിലേക്ക് മാറും. ഇത്രയും വ്യത്യാസം മാത്രമാണ് വരുന്നത്. ഒരു നക്ഷത്രങ്ങളും വീഴുകയില്ല.